മറ്റു വാർത്തകളിലേക്ക്. വയനാട് ആസ്ഥാനമായി ടി ഫാം കാർഷികോൽപാദന കമ്പനി പ്രവർത്തനം ആരംഭിച്ചു. കേരളത്തിലെ കർഷക താൽപര്യ സംഘങ്ങൾ കൂടുതൽ ഓഹരിയെടുത്തിട്ടുള്ള ടി ഫാം വയനാട് പ്രൊഡ്യൂസർ കമ്പനിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. തേറ്റമല ആസ്ഥാനമായി 2020 മുതൽ കാർഷിക മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന കൂട്ടായ്മയാണ് FPOയായി രൂപീകൃതമായത്. വിവിധ ജില്ലകളിലെ 11 കർഷക താൽപര്യ സംഘങ്ങളും 50ഓളം കർഷകരുമാണ് ടി ഫാം വയനാട് FPOയിൽ ഓഹരി ഉടമകളായിട്ടുള്ളത്. പാഴായി പോകുന്ന ചക്കയിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനാണ് പുതിയ കാർഷികോൽപാദക കമ്പനി നിലവിൽ വന്നത്. സംസ്ഥാന കൃഷി വകുപ്പ് ആത്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2021-2022 സാമ്പത്തിക വർഷം അനുവദിച്ച വാക്വം ഫ്രൈ യന്ത്രത്തിന്റെ ഉദ്ഘാടനവും നെല്ലിക്കയും കാന്താരിയും ചേർത്ത് പുറത്തിറക്കിയ അംല 12 എന്ന പുതിയ ഉൽപ്പന്നത്തിന്റെയും റോബസ്റ്റ അറബിക്ക കാപ്പികൾ ബ്ലെൻഡ് ചെയ്ത് പുറത്തിറക്കിയ കോഫി 12 ബ്ലെൻഡഡ് ഫിൽറ്റർ കോഫിയുടെയും റോബസ്റ്റ ഫൈൻ കോഫിയുടെയും ലോഞ്ചിങ്ങും ഇതോടനുബന്ധിച്ച് നടത്തി. ചക്ക, വാഴയ്ക്ക, കാപ്പി എന്നിവയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് പ്രധാനമായും വിപണിയിലെത്തിക്കുന്നത്. ഒണ്ടേങ്ങാടി വിൻസൻഗിരിയിലെ പുതിയ കെട്ടിടത്തിലാണ് ഭക്ഷ്യ സംസ്കരണ യൂണിറ്റും പ്രീമിയം വിൽപ്പന കൗണ്ടറും പ്രവർത്തിക്കുക. എണ്ണയുടെ അളവ് പരമാവധി കുറച്ച് രുചികരമായ വാക്വം ഫ്രൈ ചിപ്സ് പുറത്തിറക്കുകയാണ് ലക്ഷ്യം. ഒരു വർഷത്തിനുള്ളിൽ കയറ്റുമതി ലക്ഷ്യമിട്ട് ജാക്ക് 12 എന്ന പേരിൽ ചക്കയും, ബനാന 12 എന്ന പേരിൽ വാഴയ്ക്കയും, കോഫി 12 എന്ന പേരിൽ കാപ്പിയും പുറത്തിറക്കും. കേരള വിഷൻ ന്യൂസ്, വയനാട്.